സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം. റോമർക്കെഴുതിയതായ ലേഖനം 15-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടായിക കൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു. പൗലോസ് ഒരിടത്ത് മാത്രമെന്ന് ദൈവവേല ചെയ്തവനല്ല, ദൈവം അയക്കുന്നിടത്തെല്ലാം പോയിട്ട് ദൈവവേല ചെയ്തവനാണ്. അവൻ എവിടെല്ലാം ചെന്നാലും അവിടെല്ലാം ജനങ്ങൾ വരുമായിരുന്നു, രക്ഷിക്കപ്പെടുമായിരുന്നു. 1000 പേർ അല്ല എങ്കിലും 10 പേരോ 5 പേരോ ഒക്കെ മാറുമായിരുന്നു. മാനസാന്തരപ്പെട്ടവരെ കൂട്ടി അവിടെ ഒരു സഭയുണ്ടാക്കിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോകുമായിരുന്നു. ആ കാലത്ത് ഫോൺ സൗകര്യം ഇല്ലായിരുന്നു, TV ഇല്ലായിരുന്നു, കത്തുകൾ എഴുതുവാനും കഴിയില്ലായിരുന്നു. എഴുതണമെങ്കിൽ തോൾ ചുരുളുകളിൽ എഴുതേണ്ടതായിരുന്നു. ആ സഭയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ അവൻ എഴുതിയിട്ട് അക്കാലത്ത് തപാൽ ഓഫീസുകൾ ഇല്ലായിരുന്നു, മനുഷ്യരുടെ കയ്യിൽ കൊടുത്തുവിടുമായിരുന്നു. റോമയിലുള്ള സഭയോട് അവൻ ഇപ്രകാരം പറയുകയാണ്: ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരുവാൻ ആഗ്രഹിച്ചു, എന്നാൽ തടസ്സം നേരിട്ടു. പിശാചിനാൽ എനിക്ക് തടസ്സം ഉണ്ടായി. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് ദൈവിക ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നിലം ഒരുക്കിയിട്ടിരിക്കുന്നതായിട്ട് കാണാം. മനുഷ്യർ ആശയോടെ ഇരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ പലപ്പോഴും ദാഹമുള്ള ആളുകളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റിമാറ്റുന്നതായ വ്യക്തികളെയും നമുക്ക് കാണാൻ കഴിയും. ചെയ്യേണ്ടതായ രീതിയിൽ ദൈവത്തിൻ്റെ വേല ദൈവദാസന്മാർ ചെയ്യാതിരുന്നാൽ തെറ്റായ ഉപദേശകന്മാർ വന്നിട്ട് വ്യക്തികളെ അവരുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുപോകും. പൗലോസും ശീലാസും അത്ഭുത കാര്യങ്ങൾ ചെയ്തപ്പോൾ, സൗഖ്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ജനങ്ങളെല്ലാം വന്നിട്ട് പൂച്ചെണ്ടുകളുമായി സ്വീകരണമായിട്ട് വന്നിട്ട് ഇവർ ദൈവത്തിൽ നിന്ന് വന്നവരാണ്, നമ്മെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ പൗലോസും ശീലാസും എന്താണ് പറഞ്ഞത്? ഞങ്ങളും നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ മാത്രമാണ്. നിങ്ങൾ ആരാധിക്കേണ്ടത് ഞങ്ങളെ അല്ല. ആരെയാണ് ആരാധിക്കേണ്ടത്? യേശു ക്രിസ്തു ഒരുവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവത്തിൻ്റെ ദാസന്മാരെ ബഹുമാനിക്കുക, എന്നാൽ ആരാധിക്കരുത്. ഒരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യൻ അല്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ പ്രാണനെ കൊടുത്തു. അവൻ ഒരുവൻ മാത്രമാണ് ഈ ലോകത്തിൽ സ്ത്രീ പുരുഷ സമ്പർക്കം കൂടാതെ ജനിച്ചിരിക്കുന്ന മനുഷ്യൻ. പാപം അറിയാത്തവനായി ജനിക്കുവാൻ ഇടയായി. കന്യാമറിയത്തിൻ്റെ ഗർഭത്തിൽ ഉരുവായ ശിശു ആയിരുന്നു. ലോകത്തിൻ്റെ സകല പാപവും ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിട്ട് ഈ ഭൂമിയിൽ വന്ന് എൻ്റെയും നിൻ്റെയും പാപങ്ങൾക്ക് വേണ്ടി, ഭൂതഭാവി വർത്തമാനകാലത്തിലെ സകല ജനങ്ങൾക്കും വേണ്ടി ഉള്ളതായ പാപങ്ങൾക്കായി കാൽവരി ക്രൂശിൽ യാഗമായിട്ട് തൻ്റെ പ്രാണനെ കൊടുത്തു. ഇവനിൽ ഒരു പാപവും കാണുന്നില്ല എന്ന് ന്യായാധിപൻ ന്യായം വിധിച്ചതിന് ശേഷം വീണ്ടും ക്രൂരമായ ക്രൂശുമരണത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി. കാരണം എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും നമ്മുടെ പാപത്തിനു വേണ്ടി വരേണ്ടതായ ശിക്ഷ അവൻ കാൽവരിയിൽ വഹിച്ചു. അവൻ പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം ആകുന്നു. ആ മരണത്തിൻ്റെ ബലിഷ്ഠമായ കരത്തിൽ നിന്ന് വിടുവിക്കുവാൻ, മരണത്താൽ തന്നെ ജയിക്കുവാനിടയായി മരണത്തിൻ്റെ മുള്ള് ഒടിച്ചു കളഞ്ഞു. ഈ ദിവസം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല. മരണമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജനിച്ച എല്ലാവർക്കും മരണമുണ്ട്. എന്നാൽ ഇവിടെ രണ്ടാമത്തെ മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് നിത്യ അഗ്നി കൊണ്ട് നിറഞ്ഞ നരകമാണ്. ആ നരകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ഇറങ്ങി വന്നത്. അവൻ മരണത്തെ ജയിച്ചു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനും ഇടയായി. ഇങ്ങനെയുള്ള മറ്റൊരു ദൈവവുമില്ല. എല്ലാവരുടെയും കല്ലറകൾ അടഞ്ഞുകിടക്കുന്നു, അവിടെ മണ്ണ് നിറഞ്ഞിരിക്കുന്നു, അസ്ഥിക്കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുകയാണ്.
നിങ്ങൾ യെരൂശലേം പട്ടണത്തിൽ ചെന്നാൽ ഇന്നും അവിടെ തുറക്കപ്പെട്ട കല്ലറ കാണുവാൻ കഴിയും. അവൻ ആ കല്ലറയിൽ ഇല്ല. അവൻ ജീവനുള്ളവനാണ്, ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ ദൂതന്മാർ പറഞ്ഞത് വാസ്തവമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവാണ് സത്യ ദൈവം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തവൻ, പാപത്തിൽ നിന്ന് വേർപെട്ട് നിന്നവൻ, ഉയരത്തിൽ നിന്ന് വന്നവൻ, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തിക്കൊടുത്തവൻ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങണമെന്നും എല്ലാ നാവും യേശു കർത്താവാണെന്ന് ഏറ്റുപറയണമെന്നും എല്ലാ നാമത്തിലും മേലായ നാമമായിട്ട് യേശുവിൻ്റെ നാമത്തെ ദൈവം വച്ചിരിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടതായ മഹത്വത്തെ, അതുപോലെ ആരാധനയ്ക്ക് യോഗ്യനായ ആ യേശുക്രിസ്തുവിനെ അല്ലാതെ ആരെയും ഒരിക്കൽ പോലും നിങ്ങൾ ആരാധിക്കുവാൻ ഇടയാകരുത് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് ഈ ദിവസം അനേകം ആളുകൾ ആട്ടിൻതോൽ ധരിച്ച ചെന്നായ്ക്കളെപ്പോലെ ഇറങ്ങി വന്ന് ജനത്തെ തെറ്റിച്ചു കളയുന്നവരുണ്ട്. ജ്ഞാനമില്ലാത്തതായ വിശ്വാസികളെ നോക്കൂ. ഈ കാലത്ത് പുതുതായി രക്ഷിക്കപ്പെട്ടതായ ആളുകൾ, അവർക്ക് എന്താണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ, സൗഖ്യം ലഭിക്കണമെന്നുണ്ടെങ്കിൽ, കുടുംബം രക്ഷിക്കപ്പെടണമെങ്കിൽ, ജോലി ലഭിക്കപ്പെടണമെങ്കിൽ, മക്കളെ ലഭിക്കണമെങ്കിൽ, വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ നോക്കൂ, എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ പറയൂ, എന്ത് ചെയ്യണം? പ്രാർത്ഥന ചെയ്യണം. ആരാണ്? പാസ്റ്ററാണോ? പാസ്റ്റർമാർ പ്രാർത്ഥിക്കാറുണ്ട്, ശരിയാണ്. എന്നാൽ ആര് പ്രാർത്ഥിക്കണം? കൂടുതൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അതല്ലാതെ സ്തോത്രകാഴ്ച അയച്ചു കൊടുത്തിട്ട് ദേവദാസൻ പ്രാർത്ഥിച്ചോളുമെന്ന് പറഞ്ഞ് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയാൽ ശരിയാകുമെന്നാണോ? ഒരിക്കലുമില്ല. ഞങ്ങൾ ചെയ്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും എന്ന് പറയാറുണ്ട്. എന്നാൽ ആരെല്ലാം പ്രാർത്ഥിച്ചാലും ശുദ്ധഹൃദയത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തു തന്നെ ചോദിച്ചാലും അത് നൽകിത്തരുമെന്ന് പറഞ്ഞതായ കർത്താവ് നിങ്ങൾക്ക് നൽകുവാനായിട്ട് മതിയായവനാണ്. ദേവദാസനോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്നത് നല്ലതാണ്. എനിക്കൊരു വലിയൊരു ഭാരം എടുക്കുവാൻ കഴിയാതെ വരുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? പറയൂ, ഒരു വലിയ ഭാരമുണ്ട്, എടുക്കാൻ കഴിയാതിരിക്കും. എന്താണ് ചെയ്യേണ്ടത്? ആ സഹോദരനെ വിളിച്ചിട്ട് എടുക്കുവാനിടയാകും. അങ്ങനെയുള്ള ഭാരങ്ങൾ, നിങ്ങൾക്ക് എടുക്കുവാൻ കഴിയാത്ത ഭാരങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ഭാരങ്ങൾ വളരെ വലുതാകുന്നു എങ്കിൽ, നിങ്ങളുടെ ആ പ്രാർത്ഥനാ വിഷയങ്ങൾ വളരെ പ്രതികൂലമുള്ളതാണ് എങ്കിൽ, നിങ്ങൾക്കൊറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ കൂട്ടുവിശ്വാസികളുടെ പ്രാർത്ഥന, ദൈവദാസന്മാരുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നത് ഒരിക്കലും തെറ്റല്ല. എന്നാൽ നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതാണ്, ദൈവദാസന്മാരും പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ പ്രാർത്ഥന വിവരങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ അവിടെയും ഞങ്ങൾ ഇവിടെയും നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാനിടയാകും. നോക്കൂ, ദൈവമക്കളായ ശേഷം ഒരു കാര്യം പഠിക്കുക. ഒരു കാലത്ത് നാം മനുഷ്യരെയാണ് വിശ്വസിച്ചത്. രോഗം വരുമ്പോൾ ഡോക്ടറിന്റെ അടുക്കലേക്ക് നാം ഓടും. വഴക്കുണ്ടായാൽ വക്കീലിന്റെ അടുക്കലേക്ക് നാം ഓടും. എന്താണ്? മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതനുസരിച്ച് ആളുകളുടെ അടുക്കൽ പോകും. പൂച്ചയും തമ്മിൽ വഴക്കുണ്ടാക്കി കുരങ്ങന്റെ അടുക്കൽ ചെന്നപ്പോൾ എന്തുപറ്റി? മൊത്തം കുരങ്ങനെടുക്കാനിടയായി. എന്താണ്? അല്ലെങ്കിൽ നീ അല്പം കൂടുതൽ കഴിക്കൂ, ഞാൻ കുറച്ച് കഴിക്കാമെന്ന് പറഞ്ഞാൽ തീരുമായിരുന്നു. ഇപ്പോൾ രണ്ടും പോയി. അതുപോലെ നമ്മുടെ നാട്ടിൽ കോടതിയിൽ പോയിട്ട്, കേസുകൾക്ക് പോയിട്ട് ഉള്ള ഭവനം കൂടെ വിറ്റുകളഞ്ഞ എത്രയോ ആളുകളുണ്ട്. ദയവ് ചെയ്ത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധിയില്ല എങ്കിൽ അനുഗ്രഹം ഒരിക്കലും നമ്മിൽ നിലനിൽക്കില്ല. ഒരു കുടത്തിന് ഒരു ദ്വാരമുണ്ട്. അതിൽ എത്ര കുടം വെള്ളമൊഴിച്ചാൽ ആ കുടം നിറയാനിടയാകും? പറയൂ. എത്രമാത്രം വെള്ളമൊഴിച്ചാലും അത് പോയിക്കൊണ്ടേയിരിക്കും. എത്ര കുടം വെള്ളമൊഴിച്ചിട്ടും യാതൊരു കാര്യവുമില്ല. ആദ്യം ആ ദ്വാരം അടയ്ക്കേണ്ടതാകുന്നു. ആദ്യം നമ്മുടെ ഹൃദയത്തെ നേരെയാക്കുകയാണെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ അനുഗ്രഹം തിട്ടപ്പെടുത്താൻ കഴിയില്ല. ദൈവത്തിന്റെ കലവറ നോക്കിയാൽ മനുഷ്യന്റെ കലവറ പോലെയുള്ളതല്ല. അവൻ പറയുന്നു, സ്വർഗം എന്റെ സിംഹാസനവും ഭൂമി എന്റെ പാദപീഠവുമാകുന്നു. അവന്റെ കലവറ എത്ര വലുതായിരിക്കും! അവൻ പറയുന്നു, സ്വർണം എന്റേത്, വെള്ളി എന്റേത്, ഭൂമിയും ഭൂതലത്തിലുള്ളതായ സകലതും അതിന്റെ പൂർണ്ണതയും എന്റേതാകുന്നു. എനിക്ക് വിശന്നാൽ നിന്നോട് ചോദിക്കില്ല, എനിക്ക് വിശപ്പുണ്ടായാൽ ചോദിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് എത്രമാത്രം നമുക്ക് നൽകിയാലും അളവറ്റ സമ്പത്ത് ഉള്ള ദൈവമാണ്.
എന്നാൽ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. നിങ്ങളിൽ എത്ര ആളുകളുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയം മനുഷ്യരോട് ചെന്ന് പറയാതെ യേശുവിനോട് ചെന്ന് പറയാറുണ്ട്? മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നന്ന്. എല്ലാം പറയും, എന്നാൽ മനുഷ്യൻ്റെ അടുക്കലേക്ക് പോകും. എല്ലാം അറിയാം, വചനം നമുക്ക് നന്നായിട്ടറിയാം. ചേച്ചി, നിങ്ങളില്ലെങ്കിൽ എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല. ബ്രദർ, ഈ സമയത്ത് നിങ്ങളെന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എൻ്റെ കാര്യം ഗതിയില്ലാത്ത അവസ്ഥയിലായി പോകുമായിരുന്നു എന്ന് പറയാറുണ്ട്. എനിക്ക് ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ചെന്നിട്ട് സാറേ അപ്പ എന്ന് പറഞ്ഞിട്ട് കാല് പിടിക്കാനിടയാകും. വേണ്ട, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിന്റെ കുറവുകളെല്ലാം നികത്താൻ കഴിയും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുപിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾക്ക് കണ്ടെത്തും. നിങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ദൈവവചനം പറയുന്നു. എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. കഷ്ടകാലത്ത് എന്നെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കൂ. രോഗമുണ്ടാകുന്ന സമയത്ത് വിളിച്ചപേക്ഷിക്കൂ. കഷ്ടത വരുമ്പോൾ വിളിച്ചപേക്ഷിക്കൂ. പ്രതികൂലമായ സാഹചര്യം വരുമ്പോൾ വിളിച്ചപേക്ഷിക്കൂ. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ എന്തു ചെയ്യണമെന്ന് അറിയാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് എല്ലാം പ്രതികൂലമാണ്, എല്ലാം പോരാട്ടമാണ്, എല്ലാവരും തെറ്റിദ്ധരിച്ച് സംസാരിക്കും. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടതായ അനുഭവം ഉണ്ടാകും. ജീവിതത്തിൽ എല്ലാവരും എതിർക്കുന്നതായിട്ട് തോന്നും. നിനക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ അവിടെ ഭർത്താവ് വഴക്ക് പറയുന്നു, അമ്മായിമ്മ വഴക്ക് പറയുന്നു, ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നു. അത് കേൾക്കുന്നതായ നിനക്ക് അവസാനം എന്താണ് തോന്നുന്നത്? എന്ത് തോന്നും? നിങ്ങൾക്കെല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടല്ലോ, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കുഞ്ഞുങ്ങളില്ലാത്തവർ ഭാരപ്പെടേണ്ട. 12, 13, 14 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞതായ കർത്താവിനോട് വിശ്വാസത്തോടെ ചോദിച്ചാൽ കർത്താവ് നൽകാനിടയാകും. മനുഷ്യൻ പറയുന്ന വാക്ക് കേട്ട് ഭയപ്പെടേണ്ട. ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കൂ. എനിക്കു കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? 99 വയസ്സുള്ള അബ്രഹാമിനും 89 വയസ്സുള്ള സാറാമച്ചിക്കും അടുത്ത വർഷം ഈ സമയത്ത് ഒരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ സാറാ അത് കേട്ട് ചിരിച്ചു. ഈ പ്രായത്തിലെന്ന് വെളിയിൽ പറഞ്ഞില്ല, മനസ്സിൽ അങ്ങനെയാണ് ചിന്തിച്ചത്. നടക്കുമോ എന്ന്. എന്തിനാണ് ചിരിച്ചെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അവൾ ചിരിച്ചു. ആ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. അതേ ദൈവം തന്നെയല്ലേ നമ്മുടെ ദൈവവും? അതോ നമ്മുടെ ദൈവം വേറെ ഏതെങ്കിലും ദൈവമാണോ? ഞാനാകുന്നുവെന്ന് പറഞ്ഞവൻ, ആദ്യനും അന്ത്യനുമായവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായിരിക്കുന്ന ദൈവം, ഇത്ര വലിയൊരു ദൈവം സ്വന്തമായിരിക്കുന്ന നാം എത്രമാത്രം സന്തോഷിക്കണം, എത്ര ധൈര്യത്തോടെ ആയിരിക്കണം. അതുകൊണ്ട് എല്ലാവരും തലകളെ വണക്കുക, കണ്ണുകൾ അടയ്ക്കുക. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അനുഗ്രഹത്തോടുകൂടി ഈ മീറ്റിംഗ് അവസാനിപ്പിച്ച് പോകാം. കർത്താവിന്റെ സന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനേ, സ്നേഹമുള്ള പിതാവേ, നിനക്ക് നന്ദി കരേറ്റുന്നു. ഇവിടെ കൂടി വന്നിരിക്കുന്ന സകല മക്കളെയും ഓർത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നന്ദി കരേറ്റുകയാണ്. എത്രയോ ആളുകൾ കുടുംബ പ്രശ്നത്തിലായിരിക്കുന്നവരിവിടെ വന്നിട്ടുണ്ട്. ഭാര്യയും ഭർത്താവും സമാധാനമില്ലാതെ ജീവിക്കുന്ന അനേകരോട് വന്നിട്ടുണ്ട്. മക്കൾ അനുസരിക്കുന്നില്ല എന്ന ദുഃഖത്തിൽ ആയിരിക്കുന്നവരുണ്ട്. കുടുംബത്തെ പണിയുവാൻ കഴിയുന്നില്ല എന്ന ദുഃഖത്തിലായിരിക്കുന്നവരുണ്ട്. എല്ലാ സഹോദരിമാരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് മാനസാന്തരത്തിന്റെ അനുഭവം നീ കൊടുക്കുമാറാകണമേ. മക്കളെ രക്ഷിക്കുവാൻ ആവശ്യമായ കൃപ നീ കൊടുക്കണമേ. പിശാചിന്റെ ബന്ധനത്തിലായിരിക്കുന്നതായ ആത്മാക്കളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. പരസ്ത്രീ മോഹത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ വിടുവിക്കുമാറാകണമേ. മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവരെ വിടുവിക്കുമാറാകണമേ. ഒരുപാട് പേർ കടഭാരത്തിലായിരിക്കുന്നു എന്ന് എഴുതി അറിയിക്കാനിടയായി. കടഭാരത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. പലിശ അടയ്ക്കുവാൻ കഴിയാതെ, മുതൽ അടയ്ക്കുവാൻ കഴിയാതെ അവർ ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നു. നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതൽ നൽകുകയാണ്. അവരുടെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കണമേ. എത്രയോ ആരോഗ്യ പ്രശ്നത്തിൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ. ഇനിയുള്ളവർക്ക് ഈ ദിവസം കർത്താവേ നിന്റെ അടിപ്പിണരുകളാലുള്ളതായ സൗഖ്യത്തെ നീ പകരുമാറാകണമെന്ന് അപേക്ഷിക്കുന്നു. എനിക്കൊരു കുഞ്ഞു ജനിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടി അതുപോലെ നിരാശപ്പെടുന്ന അനേകം ആളുകളുണ്ട്. അവർക്ക് നീ ഉദരഫലം കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഉദരഫലം ദൈവത്തിന്റെ ദാനമാകുന്നു. മക്കൾ യഹോവയുടെ അവകാശമാണെന്ന് പറയുന്ന ദൈവമേ, അവരുടെ ഉദരഫലത്തെ നീ അനുഗ്രഹിച്ച് അവർക്ക് നീ മക്കളെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അന്ന് നീ ശിഷ്യന്മാരെ വിളിച്ചിട്ട് രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ അഴിക്കാനും നീ ആ ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുവാനിടയായി. നീ കൊടുത്ത അധികാരം ഉപയോഗിച്ച് ഭൂതബാധിതരെ വിടുവിക്കുവാൻ ഉള്ള കൃപയാൽ ഇപ്പോൾ തന്നെ വിടുവിച്ചെടുക്കുകയാണ്. അവരുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ ആലയമാക്കി നീ മാറ്റിയെടുക്കണമേ.
മദ്യപാനികളായ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മദ്യപാനത്തിന് അടിമകളായതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയാതെ അവർ മദ്യപാനത്താൽ തകർക്കപ്പെട്ട് കഷ്ടത്താൽ, നിന്നയാൽ, അപമാനത്താൽ, ലജ്ജയാൽ ജീവിതം നശിച്ചവരായി തകർന്നു കിടക്കുന്നതായ മദ്യപാനികളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് പിതാവേ. വ്യാപാരത്തിൽ നഷ്ടം സംഭവിച്ചവരെ, പ്രവൃത്തിയിൽ അനുഗ്രഹം കാണാൻ കഴിയാത്തവരെ, കഷ്ടപ്പെടുന്നതായ ആളുകളെ, ഒരുപാട് ശാപത്തിന് കീഴിലായിരിക്കുന്നവരെ എല്ലാ ശാപത്തിൽ നിന്നും ഈ സമയത്ത് യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ പകരുമാറാകണമേ. എല്ലാ വ്യക്തികളെയും നിന്റെ അനുഗ്രഹത്താൽ നിറച്ചുകൊണ്ട് അവർ തിരികെ പോകുമ്പോൾ നിന്റെ നന്മയാലും അനുഗ്രഹത്താലും നിറയ്ക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.